ഓം ശാന്തി 20-5-2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ ബാബയിൽ നിന്ന് ഭക്തിയുടെ ഫലം എടുക്കുവാൻ വന്നിരിക്കുന്നു. ആരാണോ വളരെയധികം ഭക്തി ചെയ്തിട്ടുള്ളത് അവർ ജ്ഞാനത്തിൽ മുന്നേറും. ചോദ്യം: കലിയുഗി രാജ്യത്തിൽ സത്യയുഗി രാജ്യത്തിൽ ഇല്ലാത്ത ഏത് രണ്ട് കാര്യങ്ങളുടെ ആവശ്യമാണ് ഉള്ളത്? ഉത്തരം: കലിയുഗി രാജ്യത്തിൽ 1 മന്ത്രി, 2 ഗുരു ഇവരുടെ ആവശ്യമുണ്ട്. സത്യയുഗത്തിൽ ഇവർ രണ്ടുപേരും ഉണ്ടായിരിക്കില്ല. അവിടെ ആരുടെയും നിർദ്ദേശം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ സത്യയുഗി രാജ്യം സംഗമത്തിൽ ബാബയുടെ ശ്രീമത്തിലൂടെയാണ് സ്ഥാപിതമാകുന്നത്. ഇങ്ങനെയുള്ള ശ്രീമതമാണ് ലഭിക്കുന്നത്. അത് 21 തലമുറകളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. മാത്രമല്ല അവിടെ എല്ലാവരും തന്നെ സദ്ഗതിയിലുമായിരിക്കും. അതിനാൽ ഗുരുവിന്റെ ആവശ്യവുമില്ല. ഓം ശാന്തി. ഓം ശാന്തിയുടെ അർത്ഥം എന്താണ്? സ്വധർമ്മത്തിൽ ഇരിക്കൂ, അല്ലെങ്കിൽ സ്വയത്തെ ആത്മാവ് എന്ന് മനസ്സിലാക്കി ഇരിക്കൂ. എങ്കിൽ ശാന്തമായി ഇരിക്കാം. ഇതിനെയാണ് പറയുന്നത് സ്വധർമ്മത്തിൽ ഇരിക്കുക. ഭഗവാന്റെ വാക്കുകളാണ് സ്വധർമ്മത്തിൽ ഇരിക്കൂ. നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത പഠിപ്പ് പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ബാബ പരിധിയില്ലാത്ത സുഖം നൽകുന്നവനാണ്. പഠിപ്പിലൂടെ സുഖം ലഭിക്കുകയല്ലേ? ഇപ്പോൾ ബാബ പറയുകയാണ്, സ്വയത്തെ ആത്മാവ് എന്ന് മനസ്സിലാക്കി ഇരിക്കൂ. നിങ്ങളെ വജ്രസമാനമാക്കുവാൻ പരിധിയില്ലാത്ത ബാബ വന്നിരിക്കുകയാണ്. ദേവി ദേവതമാർ വജ്രസമാനമാണ്. അവർ എപ്പോഴാണ് ആകുന്നത്? ഇത്രയും ഉയർന്ന പുരുഷോത്തമരായി എങ്ങനെ മാറി? ഇത് ഒരേയൊരു ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പറയുവാൻ കഴിയില്ല. നിങ്ങൾ പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികൾ ബ്രാഹ്മണനാകുന്നു. വീണ്ടും നിങ്ങൾക്ക് ദേവതയാകണം. ബ്രാഹ്മണർക്കാണ് കുടുംബ കാണിക്കുന്നത്. നിങ്ങൾ ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനായിരിക്കുന്നു. നിങ്ങൾ പ്രജാപിത ബ്രഹ്മാവിന്റെ മുഖവംശാവലികളാണ്, ശരീരവംശാവലികൾ അല്ല. കലിയുഗികൾ എല്ലാവരും ശരീരവംശാവലികളാണ്. സന്യാസി, ഋഷി, മുനി, സാധകർ എല്ലാവരും ദ്വാപരയുഗം മുതൽ ശരീരവംശാവലികളാണ്. ഇപ്പോൾ കേവലം നിങ്ങൾ പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാർ മാത്രമാണ് മുഖവംശാവലി ആകുന്നത്. നിങ്ങളുടേത് സർവോത്തമ കുലമാണ്, ദേവതമാരെക്കാളും ഉത്തമം. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മനുഷ്യനെ ദേവതയാക്കുന്ന ബാബ വന്നിരിക്കുന്നു. ഭക്തി മാർഗത്തിലുള്ളവർ ഇവിടേക്ക് വരില്ല. ജ്ഞാനമാർഗത്തിലുള്ളവർ മാത്രമേ വരികയുള്ളൂ. ഇത് ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് ഭക്തിയുടെ ഫലം എടുക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ ഭക്തിയുടെ ഫലം ആർക്ക് ലഭിക്കും? ആരാണോ ഏറ്റവും കൂടുതൽ ഭക്തി ചെയ്തത് അവർ കല്ല് ബുദ്ധിയിൽ നിന്ന് പവിഴ ബുദ്ധിയുള്ളവരാകുന്നു. അവർ വന്ന് ജ്ഞാനം എടുക്കും. എന്തുകൊണ്ടെന്നാൽ ഭക്തിയുടെ ഫലം ഭഗവാന് വന്ന് നൽകണം. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ കലിയുഗിയിൽ നിന്ന് സത്യയുഗി, വികാരിയിൽ നിന്ന് നിർവികാരി ആകുന്നു, അഥവാ പുരുഷോത്തമനാകുന്നു. ലക്ഷ്മി നാരായണനെ പോലെ ആകുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു. ഇവർ ഭഗവാൻ ഭഗവതിയാണെങ്കിൽ തീർച്ചയായും ഇവരെ ഭഗവാൻ തന്നെ പഠിപ്പിച്ചിരിക്കും. ഭഗവാന്റെ വാക്കുകളാണ്. പക്ഷെ ഭഗവാൻ എന്ന് ആരെയാണ് പറയുന്നത്? ഭഗവാൻ തീർച്ചയായും ഒന്നേ ഉള്ളൂ. 100ഉം 1000ഉം ഭഗവാൻ ഇല്ല. കല്ലിലും മുള്ളിലും ഇല്ല.
ബാബയെ അറിയാത്തത് കാരണം ഭാരതം എത്ര ദരിദ്രമായി. ഇപ്പോൾ കുട്ടികൾ അറിയുന്നുണ്ട്, ഭാരതത്തിൽ ഈ ലക്ഷ്മി നാരായണന്റെ രാജധാനി ഉണ്ടായിരുന്നു. നിങ്ങൾ രാജധാനിയുടെ അധികാരി ആകുന്നതിനു വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു. രാജധാനി ഇപ്പോൾ ഇല്ലല്ലോ. ഭാരതത്തിൽ ഇവരുടെ രാജ്യമായിരുന്നു. കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, എപ്പോഴാണോ ഈ ദേവീ ദേവതമാരുടെ രാജധാനി ആയിരുന്നത്, സൂര്യവംശി ചന്ദ്രവംശികൾ ഉണ്ടായിരുന്നത്, അപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ സമയം എല്ലാ ധർമ്മങ്ങളും ഉണ്ട്. ആ ധർമ്മം മാത്രമില്ല, അത് ഫൗണ്ടേഷനാണ്. അതിനെ തന്നെയാണ് തായ്തടി എന്ന് പറയുന്നത്. ഈ സമയം മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിന്റെ തായ്തടി ജീർണിച്ചിരിക്കുന്നു. ബാക്കിയെല്ലാം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ മുഴുവൻ ആയുസ്സും പൂർത്തിയായി. ഇത് മനുഷ്യ സൃഷ്ടിയാകുന്ന വൈവിധ്യമായ വൃക്ഷമാണ്. നാമം, രൂപം, ദേശം, കാലം എന്നിവ അനേകാനേകമല്ലേ. എത്ര വലിയ വൃക്ഷമാണ്. ബാബ മനസ്സിലാക്കി തരികയാണ്, കൽപ്പകൽപ്പം ഈ വൃക്ഷം ജീർണിച്ച് തമോപ്രധാനമാകുമ്പോൾ വീണ്ടും ബാബ വരുന്നു. നിങ്ങൾ ബാബയെ വിളിച്ചിരുന്നു, അല്ലയോ ബാബ, വരൂ, വന്ന് ഞങ്ങളെ പതീതത്തിൽ നിന്ന് പാവനമാക്കൂ. അല്ലയോ പതീത പാവന എന്ന് പറയുമ്പോൾ നിരാകാരനായ ബാബയെയാണ് ഓർമ്മ വരുന്നത്. സാകാരി ശരീരധാരിയെ ഒരിക്കലും ഓർമ്മ വരില്ല. പതീത പാവനൻ സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബയാണ്. എപ്പോഴാണോ സത്യയുഗം ആയിരുന്നത്, അപ്പോൾ നിങ്ങൾ സദ്ഗതിയിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിൽ ഇരിക്കുന്നു. ബാക്കി എല്ലാവരും കലിയുഗത്തിലും ഇരിക്കുന്നു. നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ഉത്തമനിലും ഉത്തമ പുരുഷൻ അഥവാ ഉയർന്നതിലും ഉയർന്നത് ഒരേ ഒരു ഭഗവാനാണ് എന്ന് പാടുന്നു. ഭഗവാന്റെ പേരും ഉയർന്നത്, വീടും ഉയർന്നതാണ്. ഉയർന്നതിലും ഉയർന്ന പരംധാമത്തിലല്ലേ വസിക്കുന്നത്. ഇത് വളരെ സഹജമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, പിന്നീട് സംഗമയുഗം. പക്ഷെ ഇതിനെ ആർക്കും അറിയില്ല. ഡ്രാമയിൽ ഈ ഭക്തി മാർഗവും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ബാബ ഈ ഭക്തിമാർഗം എന്തിനുണ്ടാക്കി? ഒരിക്കലും ഇങ്ങനെ പറയാൻ കഴിയില്ല. ഇത് അനാദിയാണ്. ബാബ ഇരുന്ന് നിങ്ങൾക്ക് ഈ ഡ്രാമയുടെ രഹസ്യം മനസ്സിലാക്കി തരുന്നു. ബാബ സൃഷ്ടിച്ചു. അപ്പോൾ ചോദിക്കും, എപ്പോൾ സൃഷ്ടിച്ചു? ബാബ പറയുന്നു, ഇത് അനാദിയാണ്. എപ്പോൾ ആരംഭിച്ചു? ഈ ചോദ്യത്തിനു പോലും പ്രസക്തിയില്ല. ഒരുപക്ഷെ ഇന്ന സമയം മുതൽ ആരംഭിച്ചു എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ചോദിക്കും, എപ്പോൾ അവസാനിക്കും? പക്ഷെ അങ്ങനെയല്ല. ഈ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കും. ബ്രഹ്മ, വിഷ്ണു, ശങ്കരന്റെ ചിത്രവും ഉണ്ടാക്കാറുണ്ട്. ഇവർ ദേവതമാരാണ്. ത്രിമൂർത്തികളെ കാണിക്കുന്നു. പക്ഷെ അതിൽ ഉയർന്നതിലും ഉയർന്നതായ ശിവബാബയെ കാണിക്കുന്നില്ല. ശിവബാബയെ പ്രത്യേകം കാണിക്കണം. ബ്രഹ്മാവിലൂടെ സ്ഥാപന അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ തന്റെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. രാജധാനിയിൽ എല്ലാ പ്രകാരത്തിലുമുള്ള പദവിയും ഉണ്ട്. പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവരെല്ലാവരും നിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയാണ്. പക്ഷെ സത്യയുഗത്തിൽ നിർദ്ദേശം നൽകാൻ ആരുടെയും ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊരു നിർദ്ദേശമാണോ അല്ലെങ്കിൽ ഏത് ശ്രീമത്താണോ ലഭിക്കുന്നത്, അത് അവിനാശിയായി മാറും. ഇപ്പോൾ നോക്കൂ, നിർദ്ദേശം നൽകുന്നവർ എത്രമാത്രമാണ്. ഒരുപാട് ഉണ്ട്. പണമെല്ലാം ചിലവഴിച്ച് മന്ത്രിയാകുന്നു നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി. ഗവൺമെന്റ് പോലും പറയുന്നു, ഇവർ അഴിമതിക്കാരാണ്, വളരെയധികം വിഴുങ്ങുന്നു.
ഇത് കലിയുഗമാണ്. സത്യുഗത്തിൽ ഇങ്ങനെ ഒന്നും തന്നെയില്ല. മന്ത്രിയുടെ ആവശ്യം പോലും അവിടെയില്ല. ബാബയുടെ ഈ ശ്രീമതം 21 ജന്മം ഉണ്ടായിരിക്കും. നിങ്ങളുടെ സദ്ഗതി ഉണ്ടാകും. അതിനാൽ അവിടെ ഗുരുവിന്റെ ആവശ്യവും ഇല്ല. സത്യയുഗത്തിൽ ഗുരുവും ഇല്ല, മന്ത്രിയും ഇല്ല. അവിനാശിയായി 21 ജന്മത്തേക്ക് 21 തലമുറയ്ക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് ശ്രീമതം ലഭിക്കുന്നു. പ്രായമാകുമ്പോൾ ശരീരം ഉപേക്ഷിച്ച് കുട്ടിയാകും. സർപ്പം ഒരു തോൽ ഉപേക്ഷിച്ച് അടുത്തത് എടുക്കുന്നത് പോലെ. ബാബ മനസ്സിലാക്കി തരികയാണ്, മധുരമധുരമായ കുട്ടികളെ, നിങ്ങൾ ബ്രാഹ്മണിമാരാണ്. സിഖ് മതത്തിലും പഠിക്കുന്നു, കേൾക്കുന്നു, സർവരുടെയും അഴുക്ക് നിറഞ്ഞ വസ്ത്രം വൃത്തിയാക്കുന്നവനെ എന്ന്. ഭഗവാനെയാണ് വിളിക്കുന്നത്. വരൂ, ഞങ്ങൾ അഴുക്ക് വസ്ത്രമായിരിക്കുന്ന ആത്മാക്കളെ വന്ന് വൃത്തിയാക്കൂ. ഞങ്ങൾ എല്ലാ ആത്മാക്കളുടെയും പിതാവേ, വന്ന് ഞങ്ങളുടെ വസ്ത്രത്തെ ശുദ്ധമാക്കൂ. ശരീരത്തെ അല്ല വൃത്തിയാക്കുന്നത്, ആത്മാവിനെയാണ്. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് പതീതമായി. പതീത ആത്മാക്കളെ വന്ന് പാവനമാക്കൂ. അതിനാൽ ബാബ മനസ്സിലാക്കി തരികയാണ്, മധുരമധുരമായ കുട്ടികളെ, ബാബയ്ക്കിവിടെ വരിക തന്നെ വേണം. ബാബ തന്നെയാണ് ജ്ഞാനസാഗരം, പവിത്രതയുടെ സാഗരം. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്ത് എടുക്കുന്നു. പരിധിയുള്ള അച്ഛനിൽ നിന്ന് പരിധിയുള്ള സമ്പത്ത് ലഭിക്കുന്നു. പരിധിയുള്ള സമ്പത്തിൽ ദുഃഖം കൂടുതലാണ്. അതിനാലാണ് ബാബയെ ഓർമ്മിക്കുന്നത്. അളവറ്റ ദുഃഖമാണ്. ബാബ മനസ്സിലാക്കി തരികയാണ്, ഈ 5 വികാരങ്ങളാകുന്ന രാവണൻ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ഇത് ആദി മധ്യ അന്ത്യം ദുഃഖം നൽകുന്നു. അല്ലയോ മധുരമായ കുട്ടികളെ, ഈ ജന്മം ബ്രാഹ്മണനായി കാമവികാരത്തിനു മേൽ വിജയം നേടുകയാണെങ്കിൽ ജഗത് ജീത്ത് ആകും. നിങ്ങൾ ദേവതയാകുന്നതിന് വേണ്ടി പവിത്രത ധാരണ ചെയ്യുന്നു. ആദി സനാതന ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇതിൽ പുരുഷാർത്ഥം ചെയ്ത് പാവനമാകണം. കൽപ്പം മുമ്പ് സൂര്യവംശി ചന്ദ്രവംശി രാജധാനിയിൽ എത്ര പേർ പാവനമായോ അവർ തീർച്ചയായും ഇപ്പോഴും ആകും. സമയമെടുക്കുമല്ലോ. ബാബ യുക്തി വളരെ സഹജമായി പറഞ്ഞു തരുന്നു. ഇപ്പോൾ നിങ്ങൾ ബാബയുടെ കുട്ടികളായിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ആരുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്? ഇത് നിരാകാരനാണ്. ബാബ ഈ ശരീരം ലോൺ എടുത്തിരിക്കുന്നു. സ്വയം പറഞ്ഞു തരികയാണ്, ഈ ബ്രഹ്മാവിന്റെ ഒരുപാട് ജന്മങ്ങളുടെ അന്തിമ ജന്മത്തിന്റെയും അന്തിമ സമയമാണ്. അതിനാൽ ഇത് ഏറ്റവും പഴയ ശരീരമായിരിക്കുന്നു. ബാബ രാവണന്റെ പഴയ ആസുരീയ ലോകത്തിൽ തന്റെ ജന്മങ്ങളെക്കുറിച്ചു പോലും അറിയാത്ത ഒരുവന്റെ ശരീരത്തിലാണ് വരുന്നത്. ഇത് ഒരുപാട് ജന്മങ്ങളുടെ അന്തിമ ജന്മമാണ്. എപ്പോഴാണോ ബ്രഹ്മാവിന്റെ വാനപ്രസ്ഥാവസ്ഥ, അപ്പോൾ ബാബ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു. വാനപ്രസ്ഥ അവസ്ഥയിലാണല്ലോ ഗുരുക്കന്മാരെ നേടുന്നത്. 60 വയസ്സ് കഴിഞ്ഞാൽ അടികിട്ടും എന്ന് പറയാറുണ്ടല്ലോ. വീട്ടിലിരുന്നാൽ മക്കളിൽ നിന്നും അടികിട്ടും, അതിനാൽ വീട്ടിൽ നിന്ന് ഓടുന്നു. മക്കൾ ഇങ്ങനെയാണ്, അച്ഛനെ പോലും വടികൊണ്ട് അടിക്കുന്നതിൽ മടിക്കുന്നില്ല. ഒന്ന് മരിച്ചിരുന്നെങ്കിൽ സ്വത്ത് ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു എന്ന് പറയും. വാനപ്രസ്ഥികൾക്ക് ഒരുപാട് സത്സംഗങ്ങളുണ്ട്. നിങ്ങൾ അറിയുന്നുണ്ട്, സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്നാണ്. ആ ദാതാവ് സംഗമയുഗത്തിൽ വരുന്നു. സത്യയുഗത്തിൽ നിങ്ങൾ സദ്ഗതിയിലായിരിക്കുമ്പോൾ ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലായിരിക്കും. ബാബ സർവരുടെയും സദ്ഗതി ദാതാവാണ്. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും സദ്ഗതി ദാതാവാകാൻ കഴിയില്ല.
ആർക്കും ശ്രീ ആക്കുവാനോ ശ്രീ ആകുവാനോ കഴിയില്ല. ശ്രീ അർത്ഥം ശ്രേഷ്ഠം. അത് ദേവതമാരാണ്. അവരെ ശ്രീ ലക്ഷ്മി ശ്രീ നാരായണൻ എന്ന് പറയുന്നു. അവരെ അങ്ങനെ ആക്കുന്നത് ആരാണ്? ശ്രീ എന്ന് ശിവബാബയെ പറയുക തന്നെ വേണം. ബാബ ഇപ്പോൾ തെറ്റുകൾ തെളിയിച്ച് പറഞ്ഞു തരികയാണ്. അതായത് നിങ്ങൾ ഇത്രയും ഗുരുക്കന്മാരെ സ്വീകരിച്ചു, വീണ്ടും അങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങൾ വീണ്ടും അതേ ഗുരുവിനെ സ്വീകരിക്കും. ചക്രം വീണ്ടും ആവർത്തിക്കും. നിങ്ങൾ സ്വർഗത്തിൽ വസിക്കുമ്പോൾ അത് സുഖധാമമാണ്. അവിടെ സുഖം, ശാന്തി എല്ലാം ഉണ്ട്. അവിടെ കലഹങ്ങളോ മറ്റോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ബാക്കി എല്ലാവരും തന്നെ ശാന്തിധാമത്തിലേക്ക് പോകും. സത്യയുഗത്തിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ടെന്ന് പറയുന്നു. ബാബ പറയുന്നു, ലക്ഷക്കണക്കിന് വർഷത്തിന്റെ കാര്യമൊന്നും തന്നെയില്ല. ഇത് 5000 വർഷത്തിന്റെ കാര്യമാണ്. പറയുന്നുണ്ട്, മനുഷ്യന്റെ 84 ജന്മം. ദിനം പ്രതിദിനം ഏണിപ്പടി താഴേക്ക് ഇറങ്ങി തമോ പ്രധാനമായി. അതിനാൽ ബാബ മനസ്സിലാക്കി തരികയാണ്, ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. അഭിനേതാവായിട്ടും നാടകത്തിന്റെ രചയിതാവ്, ഡയറക്ടർ, മുഖ്യ ആക്ടർ എന്നിവയെ അറിയുന്നില്ലെങ്കിൽ എന്തു പറയും? ബാബ പറയുന്നു, ഈ പരിധിയില്ലാത്ത നാടകത്തെ ഒരു മനുഷ്യനും അറിയുന്നില്ല. ഇത് ബാബ വന്ന് മനസ്സിലാക്കി തരുന്നു. പറയുന്നു, ശരീരം എടുത്ത് പാട്ടഭിനയിക്കുന്നു. അപ്പോൾ നാടകമാണല്ലോ. നാടകത്തിലെ മുഖ്യ ആക്ടർ ആരാണ്? ആർക്കും അറിയില്ല. ഈ നാടകം എങ്ങനെയാണ് പേനിനെ പോലെ അരിച്ചു പോകുന്നത്? ഇത് നിങ്ങൾ കുട്ടികൾ അറിയുന്നു. ടിക് ടിക് പോയിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമായിട്ടുള്ളത് ഉയർന്നതിലും ഉയർന്ന ബാബയാണ്. ആ ബാബ വന്ന് മനസ്സിലാക്കി തരുന്നു. സർവരുടെയും സദ്ഗതിയും ചെയ്യുന്നു. സത്യയുഗത്തിൽ മറ്റാരും തന്നെയില്ല, വളരെ കുറച്ചു പേരേ ഉള്ളൂ. അവർ തന്നെയാണ് ഏറ്റവും അധികം ഭക്തി ചെയ്തതും. പ്രദർശനി, മ്യൂസിയം എന്നിവിടെയെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വളരെ ഭക്തി ചെയ്തവർ തന്നെയാണ്. ഒരു ശിവഭഗവാന്റെ ഭക്തി ചെയ്യുക, ഇതിനെ തന്നെയാണ് പറയുന്നത് അവ്യഭിചാരി ഭക്തി. പിന്നീട് ഒരുപാട് പേരുടെ ഭക്തി ചെയ്ത് വ്യഭിചാരിയായി മാറി. ഇപ്പോൾ പൂർണമായും തമോ പ്രധാന ഭക്തിയാണ്. ആദ്യം സതോ പ്രധാന ഭക്തി ആയിരുന്നു. പിന്നീട് ഏണിപ്പടി താഴേക്കിറങ്ങി തമോ പ്രധാനമായി. ഇങ്ങനെയുള്ള അവസ്ഥയാകുമ്പോൾ എല്ലാവരെയും സതോ പ്രധാനമാക്കുവാൻ ബാബ വരുന്നു. ഈ പരിധിയില്ലാത്ത ഡ്രാമയെയും ഇപ്പോഴാണ് നിങ്ങൾ അറിയുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സമ്പത്തെടുക്കുന്നതിന് വേണ്ടി തീർച്ചയായും പാവനമാകണം. ഇപ്പോൾ പവിത്രതയുടെ സമ്പത്തെടുക്കൂ, അതായത് കാമവികാരത്തിന് മേൽ വിജയം നേടൂ, എങ്കിൽ ജഗത് ജീത്ത് ആകും. 2. പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് പഠിപ്പ് പഠിച്ച് സ്വയം കക്കയിൽ നിന്ന് വജ്രസമാനമാക്കണം. പരിധിയില്ലാത്ത സുഖം എടുക്കണം, ലഹരി ഉണ്ടായിരിക്കണം. മനുഷ്യനെ ദേവതയാക്കുന്ന ബാബ ഇപ്പോൾ നമ്മുടെ സന്മുഖത്തുണ്ട്. ഇപ്പോൾ നമ്മുടേത് സർവോത്തമ ബ്രാഹ്മണ കുലമാണ്. വരദാനം: ജ്ഞാനസമ്പന്ന ദാതാവായി മാറി സർവാത്മാക്കളെയും പ്രതി ശുഭചിന്തകരായി മാറുന്ന ശ്രേഷ്ഠ സേവാധാരിയായി ഭവിക്കട്ടെ. ശുഭചിന്തകരായി മാറുന്നതിനുള്ള വിശേഷ ആധാരം ശുഭചിന്തനമാണ്. ആര് വ്യർത്ഥ ചിന്തനമോ പരചിന്തനമോ നടത്തുന്നുവോ അവർ ശുഭചിന്തകരാകുകയില്ല. ശുഭചിന്തക മണികളുടെ കൈവശം ശുഭചിന്തനത്തിന്റെ ശക്തിശാലിയായ ഖജനാവ് സദാ നിറഞ്ഞിരിക്കും.
നിറവിന്റെ കാരണത്താൽ തന്നെയാണ് മറ്റുള്ളവരെ പ്രതി ശുഭചിന്തകരാകാൻ കഴിയുന്നത്. ശുഭചിന്തകർ അർത്ഥം സർവജ്ഞാനരത്നങ്ങളാൽ നിറഞ്ഞിരിക്കും. അങ്ങനെയുള്ള ജ്ഞാനസമ്പന്ന ദാതാവ് തന്നെയാണ് നടക്കുമ്പോഴും തിരിയുമ്പോഴും ഓരോരുത്തരുടെയും സേവനം ചെയ്തുകൊണ്ട് ശ്രേഷ്ഠ സേവാധാരി ആകുന്നത്. സ്ലോഗൻ: വിശ്വരാജ്യ അധികാരിയാകണമെങ്കിൽ വിശ്വപരിവർത്തന കാര്യത്തിൽ നിമിത്തമാകൂ. ഓം ശാന്തി.